ഹലോ ഗായ്സ്, അപ്പോൾ ഇഷ്ടമായിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കണം കേട്ടോ. 30-ാം തീയതി നമ്മുടെ അൻപറയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് തുള്ളി ക്ഷീണിച്ചൊക്കെ ഇഷാങ്കൂട്ടം കിടന്ന് ഉറങ്ങാണ്. ഇപ്പോൾ 12 മണിയായപ്പോഴത്തേക്ക് ഞാൻ വിഷ്ണുവേട്ടന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഈ പ്രാവശ്യം നമുക്ക് വിഷ്ണുവേട്ടന് ഒരു നെക്ക് ഹെഡ്സെറ്റാണ് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ വിഷ്ണുവേട്ടൻ്റെ അത് കേടായിപ്പോയി ഗൈസ്. ഞാൻ എപ്പോഴും വിഷ്ണുവേട്ടന് ഇല്ലാത്ത സാധനം നോക്കി വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ഇതേ എല്ലാവരും ഫുഡൊക്കെ കഴിക്കണം. തലേ ദിവസത്തെ ക്ഷീണമൊക്കെ എല്ലാവർക്കും നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നലെയൊക്കെ നോൺ വെജ് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് രാവിലെ മുട്ടത്തോരനും പിന്നെ ഇന്ന് വിഷ്ണുവേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ കറികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടത്തോരനുള്ള ഉള്ളിയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബീഫ് വാങ്ങിച്ചു, കരളും ഉണ്ടായിരുന്നു, ബീഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരൾ കറിക്കകത്തിട്ട് കലക്കുന്നത് എനിക്കിഷ്ടമല്ല കേസ്. അതുകൊണ്ട് ഞാനതങ്ങ് കുറച്ചുള്ളായിരുന്നു, പക്ഷേ ഞാനതങ്ങ് റോസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം വേവിക്കാൻ വെച്ചു. പിന്നെ ഈ പ്രാവശ്യം ബീഫ് വെച്ചപ്പോൾ ഉള്ളി മസാലയൊക്കെ മൂപ്പിച്ചിട്ട്, ഉള്ളി മൂപ്പിച്ചില്ല മസാലയൊക്കെ മൂപ്പിച്ചിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വിസിലടുപ്പിച്ച് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. പിന്നെ കണ്ണൻ ചേട്ടൻ ബീഫ് കഴിക്കാത്തത് കൊണ്ട് കണ്ണൻ ചേട്ടനുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞതേ ബീഫിലേക്ക് താളിക്കാനുള്ള ഉള്ളിയും പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തതും ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ സ്പെഷ്യൽ മസാലപ്പൊടിയൊക്കെ ഇട്ട് ബീഫ് അങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞതേ നമ്മൾ നെയ്ച്ചോറാണ് ഇന്നുണ്ടാക്കിയത്. ഈ പല വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം നെയ്ച്ചോറും ബീഫ് കറിയും കൂട്ടാൻ ഒരു ടേസ്റ്റല്ല, ഒരു കൊതി. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ബീഫ് കറിയും പിന്നെ എന്തായിരുന്നു ലിവർ റോസ്റ്റും സാലഡും പപ്പടം ഇല്ലായിരുന്നു തോന്നുന്നു, അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു പിടി അങ്ങ് പിടിച്ചു ഗൈസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ബീഫ്. പിന്നെ ഇന്നലെ അല്ല 2 ദിവസം കൊണ്ട് നമ്മൾ നോൺ വെജ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ബീഫ് കറി ബാക്കിയുണ്ടല്ലോ. പിന്നെ അപ്പം നമ്മൾ മലയാളികൾ എന്താ ചെയ്യുന്നത്, പൊറോട്ട വാങ്ങിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ഗുണമില്ലെങ്കിലും നമുക്ക് ഈ പൊറോട്ടയും ബീഫ് കറിയും കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റില്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ടാറ്റാ.